ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിധിയസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമോസാണ് കേട്ടോ. അതും എഗ്ഗ് കൊണ്ട്, മുട്ട കൊണ്ടുള്ള എഗ് മൊമോസാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്കിത് ചെയ്യാനായിട്ട് മാവ് കുഴച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിന് ഇത് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വെള്ളവും കൂടി ചേർക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് എണ്ണ കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫില്ലിങ് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിക്കൻ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഗ്ഗാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എങ്കിലും വെജിറ്റബിൾസ് ഇപ്പോൾ ക്യാരറ്റ് യൂസ് ചെയ്യാം, പൊട്ടറ്റോ യൂസ് ചെയ്യാം, ക്യാബേജ് യൂസ് ചെയ്യാം. അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതിലിടാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് കളറ് മാറുന്നത് വരെ, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ നമുക്ക് ഏത് പൊടികൾ വേണമെങ്കിലും ചേർക്കാം. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ പൊടികളും ചേർക്കാം. പക്ഷേ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മസാലയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു മൊമോസാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു ഫില്ലിങ്. ഇതിപ്പോൾ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കുന്നത് 1/2 കപ്പ് മാവിനുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഈ മുട്ട നമുക്ക് പുഴുങ്ങിയെടുത്തിട്ട് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയല്ല, 2 മുട്ട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ പുഴുങ്ങിയിട്ട് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ഇതിപ്പോൾ ഒന്ന് ചിക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ സവാളയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒരുപാട് തിന്നാവരുത് കേട്ടോ. നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. അപ്പോൾ നന്നായി വലിയ ബോളാണെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് വലിയ ബോളല്ല എടുത്തിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഈ മാവ് മുഴുവനായിട്ട് എടുത്തിട്ട് ഒറ്റ ഇതായിട്ട് പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ, റൗണ്ട്സ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിതിപ്പോൾ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് നമുക്ക് ഇതിൽ നിന്നും ചെറുത് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനുള്ള സൈസിന് കട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ നിന്നും വലിയ മൊമോസ് ആണെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു അളവിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 2 റൗണ്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ലെയർ എടുക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് തിന്നാവരുത് കേട്ടോ. തിന്നായി പോയാൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും.
എന്നിട്ട് ഇതെല്ലാം കൂടി പിടിച്ചിട്ട് ഇതാ നടുക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ്സ് ഓരോ ലെയറായിട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പോവുക. അപ്പോൾ പല ഷേപ്പിൽ ചെയ്യാം കേട്ടോ. നമുക്ക് പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഷേപ്പാണ്. വേണ്ട ഇതുപോലെ നമുക്ക് ബാക്കി മാവും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലല്ല, ഞാൻ ഗീ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഗീ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ മൊമോസ് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. നമ്മളിത് മൊമോസിൻ്റെ ചട്നിയിലൂടെ കഴിക്കുകയാണെങ്കിൽ, ഞാനിവിടെ ചട്നി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, എനിക്കിനി ചട്നി ഉണ്ടാക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.